നമ്മൾ ഈ ഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്നത് എക്സലിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സൽ എടുക്കുക. എക്സൽ എടുത്ത് ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ആദ്യം ഒരു ഹെഡ്ലൈൻ വേണം. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് സെല്ലുകൾ മെർജ് ചെയ്തിട്ടാണ് ഹെഡ്ലൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഹോമിലുള്ള മെർജ് ആൻഡ് സെൻറ്റർ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഏത് മാസത്തെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതെടുക്കുക. ഇപ്പോൾ ഏപ്രിൽ മാസത്തെ ഒരു എക്സാമ്പിൾ കാണിക്കാം. നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഏത് മന്തിലാണെന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ എന്തിൻ്റെ QC ആണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഉള്ളതാണ് ഹെഡ്ലൈൻ കൊടുക്കേണ്ടത്. അതും അതുപോലെ തന്നെ സെല്ലെല്ലാം മെർജ് ചെയ്യണം. ഹോമിലുള്ള മെർജ് ആൻഡ് സെൻറ്റർ ഓപ്ഷനാണ് അതിനായിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഏതിൻ്റെ QC ആണെന്ന് നമ്മൾ ലാബിൽ ചെയ്യുന്ന എല്ലാം തന്നെയും ഇതുപോലെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗ്ലൂക്കോസിൻ്റെ ഒരു കൺട്രോൾ ചാർട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ കൺട്രോൾ ചാർട്ട് QC ഏതിൻ്റെ ആണെന്നുള്ളത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്രാഫ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ആവശ്യമായ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഡേറ്റ് ആണ്. പിന്നെ അതിലേക്ക് നമ്മുടെ QC വാല്യൂസ് ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം ഓരോ ബോക്സ് ആയിട്ട് ടൈപ്പ് ചെയ്ത് പോവുക. അപ്പോൾ വാല്യൂസിനെ നമ്മൾ എക്സ് എന്നും പറയാറുണ്ട്. അപ്പം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആവറേജ് ആണ്. ആവറേജ് തന്നെയാണ് നമ്മുടെ മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് വാല്യൂസ് മൈനസ് ആവറേജ് ആണ്. അപ്പം എക്സ് മൈനസ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വേണ്ടത് എക്സ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ ആണ്. അതിൻ്റെ ഹെഡിങ് നമ്മൾ അവിടെ കൊടുക്കുക. അപ്പം ആവറേജ് സ്ക്വയർ കൊടുക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത്, അപ്പോൾ നമുക്ക് എക്സ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ ബ്രാക്കറ്റ് കൊടുക്കാനായിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് 9 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. അതിലേക്ക് എക്സ് മൈനസ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് 0 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്വയർ ആണ്. സ്ക്വയറിന് നമ്മൾ എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞൊരു കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 6 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക. നമ്മൾ ആവറേജ് കൊടുത്ത് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നമ്മൾ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ വേണ്ടത് ഗ്രാഫ് പ്രിപ്പയർ ചെയ്യാൻ മെയിനായിട്ട് അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും ആണ്. പിന്നീട് ലോവർ കൺട്രോൾ ലിമിറ്റ് അത് LCL എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഹെഡ്ലൈൻസ് എല്ലാം തന്നെയായി. ഇനി നമ്മൾ ഡേറ്റ് കൊടുക്കുക. ഏത് ഡേറ്റ് ആണ്? നമ്മൾ ഒരു 20 days ആണ് മിനിമം ഡേറ്റാസ് വേണ്ടത്. അപ്പോൾ ഒരു 10 daysലുള്ള എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. അപ്പൊ ഞാനിപ്പം ആദ്യത്തെ 10 ദിവസത്തെ കാണിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാം? 1 to 10 കറക്റ്റ് ഓർഡറിലാണെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യുക. താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തടുത്തുള്ള 10 ദിവസത്തെ ഡേറ്റാസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അടുത്ത വാല്യൂസ് നമ്മുടെ ലാബിൽ ചെയ്യുന്ന വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ദിവസം കിട്ടിയ ഗ്ലൂക്കോസ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് ആണ് ഇപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പൊ എൻ്റർ ചെയ്ത വാല്യൂസിന്റെ എല്ലാം ആവറേജ് എടുക്കണം. അപ്പൊ എവിടെയാണോ നമുക്ക് ആവറേജ് എടുക്കേണ്ടത് ആ ഒരു ഫുൾ കോളം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ കോളം നമ്മൾ എന്ത് ചെയ്യുക? ഫുൾ കോളം സെലക്ട് ചെയ്യുക. ആവറേജ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഹോൾ കോളം ഫുൾ, ആ ഒരു 10 കോളം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഇക്വേഷൻ ആണ് ഈക്വൽ സൈൻ, ഈക്വൽ, പിന്നീട് ആവറേജ് AVE എന്ന് അടിക്കുമ്പോഴേ താഴെ വരും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യും. ഏതിൻ്റെയൊക്കെയാണോ ആവറേജ് എടുക്കേണ്ടത് അത് ഫുള്ള് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്മുടെ ആവറേജ് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു 10 ബോക്സിലും ആവറേജ് സെയിം ആണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കോപ്പി ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക.
പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫുൾ ബോക്സിൽ നിറയെ എന്തായി ആവറേജ് കിട്ടി. ഇനി അടുത്തത് ആവറേജ് എക്സ് മൈനസ് ആവറേജ് ആണ്. അതായത് നമ്മുടെ വാല്യൂസിൽ നിന്ന് ആവറേജ് കുറയ്ക്കണം. അവിടെയും സെയിം ആണ്. എല്ലാം സെലക്ട് ചെയ്യുക, ഈക്വൽ സൈൻ കൊടുക്കുക. ഇനി എക്സ് വാല്യൂസിന്റെ ബോക്സ് ഫുള്ള് സെലക്ട് ചെയ്യുക, മൈനസ് മൈനസ് കൊടുക്കുക. എന്താണ് ആവറേജ്. ഇപ്പൊ ആവറേജ് ഫുള്ള് സെലക്ട് ചെയ്യുക, എന്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു അവിടെ കിട്ടി. അത് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത എല്ലാ ബോക്സിലും എക്സ് മൈനസ് ആവറേജ് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്തു, എക്സ് മൈനസ് ആവറേജിന്റെ വാല്യൂസ് എല്ലാം കിട്ടി. അടുത്തതായിട്ട് നമുക്ക് എക്സ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പൊ ആ ഒരു കോളം ഫുള്ള് നമ്മൾ സെലക്ട് ചെയ്യുക, ഇതുപോലെ ഈക്വൽ സൈൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എക്സ് മൈനസ് ആവറേജിന്റെ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, എക്സ് മൈനസ് ആവറേജിന്റെ ആ ഒരു ഫുൾ ബോക്സ് സെലക്ട് ചെയ്യുക. ഇനി സ്ക്വയർ എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം 6 എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ സ്ക്വയർ നമ്പർ 2 കൊടുക്കുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ അതിന്റെ സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി അത് സെലക്ട് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് ആ ഒരു ഫുൾ ഇതിന്റെയും എക്സ് മൈനസ് ആവറേജ് സ്ക്വയർ കിട്ടും. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അത് ഇതുപോലെ ആ ഒരു കോളം ഫുള്ള് സെലക്ട് ചെയ്യുക, അതിലേക്ക് ഈക്വൽ സൈൻ കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫംഗ്ഷൻ ഉണ്ട്, STDE അടിക്കുമ്പോഴേ അവിടെ താഴെ വരും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് ബോക്സിന്റെ ആണോ വേണ്ടത് അത് ഫുള്ള് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് 0 ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അവിടെ വരും. ആ ഒരു ബോക്സ് സെലക്ട് ചെയ്യുക. അത് സെയിം ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇനി അടുത്തത് നമുക്ക് അപ്പർ കൺട്രോൾ ലിമിറ്റ് ആണ്. അപ്പർ കൺട്രോൾ ലിമിറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് മീൻ അല്ലെങ്കിൽ ആവറേജ് പ്ലസ് 2SD ആണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബോക്സ് സെലക്ട് ചെയ്യുക, ഈക്വൽ സൈൻ കൊടുക്കുക. ഇനി അടുത്തത് നമ്മുടെ ആവറേജ് ആണ്. അപ്പൊ ആവറേജ് പ്ലസ് ആയതുകൊണ്ട് ആവറേജിന്റെ ഫുൾ ബോക്സ് സെലക്ട് ചെയ്യുക, പ്ലസ് സൈൻ കൊടുക്കുക, പ്ലസ് പിന്നെ 2SD ആണ്. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിലേക്ക് 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതില് ഇൻറ്റു സൈൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് 8 പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് അവിടെ അപ്പർ കൺട്രോൾ ലിമിറ്റ് കിട്ടും. ഇനി അടുത്തതായിട്ട് അതെന്ത് ചെയ്യുക, സെയിം ആണ്. അപ്പർ കൺട്രോൾ ലിമിറ്റ് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് മീൻ അല്ലെങ്കിൽ ആവറേജ് പ്ലസ് മൈനസ് 2SD ആണ്. മീൻ മൈനസ് 2SD ആണ്. അപ്പം ആ ബോക്സ് സെലക്ട് ചെയ്യുക, ഈക്വൽ സൈൻ കൊടുക്കുക, ആവറേജ് സെലക്ട് ചെയ്യുന്നു, മൈനസ്, പിന്നീട് നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നേരത്തെ പോലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് 9 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിലേക്ക് 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ബോക്സ് ഫുള്ള് സെലക്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എന്റർ കീ പ്രസ് ചെയ്താൽ മതി. നമുക്കവിടെ ലോവർ കൺട്രോൾ ലിമിറ്റും കിട്ടി. അതും നേരത്തെ പോലെ തന്നെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു ഗ്രാഫ് പ്രിപ്പയർ ചെയ്യാനായിട്ട്, നമ്മുടെ LGS ചാർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഡേറ്റാസ് എല്ലാം ഓൾമോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇതില് ഗ്രാഫിലേക്ക് ആവശ്യമായ ഡാറ്റ മാത്രം നമ്മൾ താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യും. നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഡേറ്റ് ആവശ്യമുണ്ട്, നമ്മുടെ വാല്യൂസ് ആവശ്യമുണ്ട്, ആവറേജ് ആവശ്യമുണ്ട്. അത് മൂന്നും ആദ്യമേ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പിന്നെ താഴേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗ്രാഫിലേക്ക് നമുക്ക് വേണ്ടുന്നത് അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അതും താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇനി അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും താഴേക്ക് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഹെഡ്ലൈൻ സഹിതമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോപ്പി ചെയ്യുമ്പം ചെയ്യേണ്ടത്.
ഇനി നമുക്ക് വളരെ എളുപ്പമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ എൽ ജി എസ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഗ്രാഫിലേക്ക് ആവശ്യമായ ഡേറ്റാസ് എല്ലാം താഴെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹോൾ ഡേറ്റ ഫുള്ള് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം ഡേറ്റ ആയി, വാല്യൂസ്, ആവറേജ്, യു സി എൽ, എൽ സി എൽ, അപ്പൊ അതെല്ലാം തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ ഇൻസേർട്ട് മെനുവിൽ മെനുവിലുള്ള ചാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഗ്രാഫ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഇൻസേർട്ട് മെനുവിലുള്ള ചാർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഒരു ലൈൻ ഗ്രാഫാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ലൈൻ ഗ്രാഫ് സെലക്ട് ചെയ്യാം, താഴെ ഓക്കെ പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഡാറ്റ വളരെ കൃത്യമായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ഗ്രാഫായിട്ട്. നമുക്ക് ഗ്രാഫിലേക്ക് നോക്കി എക്സ് ആക്സിസിൽ നമ്മുടെ ഗ്രാഫിൽ ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് വൈ ആക്സിസിലേക്ക് നോക്കിയാൽ ആദ്യം തന്നെ നമ്മുടെ ആവറേജ് അല്ലെങ്കിൽ മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മീൻ 79.5 ആയിരുന്നു, അത് അവിടെ വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലോവർ കൺട്രോൾ ലിമിറ്റ് 77.8 ആയിരുന്നു, അത് വന്നിട്ടുണ്ട്. അപ്പർ കൺട്രോൾ ലിമിറ്റ് മീൻ്റെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്, 81.1 ആണ്. അപ്പൊ നമുക്ക് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വാല്യൂസ് ആണ് ആ ബ്ലൂ കളറിൽ കാണുന്നത്, ഓരോ ദിവസത്തെയും വാല്യൂസ്, എൽ സി എൽ. പിന്നീട് നമ്മുടെ വാല്യൂസ് ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്കിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, എക്സൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രാഫ് പ്രിപ്പയർ ചെയ്യാം.